ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഒരു 2-3 ദിവസമായിട്ട് നല്ല അത്യാവശ്യം വെയിലൊക്കെ തെളിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ഈ കൊല്ലം വലിയ കുഴപ്പമില്ലല്ലോ, മഴക്കാലമൊക്കെ നല്ല ശാന്തമാണല്ലോ എന്ന്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ പറയേണ്ട ഒട്ടും മഴ തുടങ്ങിയിട്ട് രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ സൗണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറി പിടിക്കുമെന്നറിയില്ല. എന്തായാലും നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയായതോടുകൂടി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇന്ന് കുറേ പാക്ക് ചെയ്ത് വിടാനുണ്ട്. പക്ഷെ ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് കറണ്ട് പോകുമെന്നുള്ളത്. അപ്പൊ കുറച്ച് നേരം കൂട്ടി നമുക്ക് വെട്ടം വെളിച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് അതിന് മുമ്പ് ഇൻട്രോ ഒക്കെ എടുക്കാം. 1-2 പ്രൊഡക്റ്റുകൾ പുതുതായിട്ട് വന്നേക്കുന്നത് നിങ്ങൾ കാണിച്ചു തരുകയും ചെയ്യാം. അതിനുശേഷം നേരെ പാക്കിങ് തുടങ്ങാം. പിന്നെ ഓക്കെ, കറണ്ട് പോയാലും ഓക്കെ, കർട്ടനൊക്കെ അങ്ങ് മാറ്റിയിട്ടിട്ട് എനിക്ക് പാക്ക് ചെയ്ത് വിടാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഒത്തിരി പ്ലാന്റ്സിന്റെ ഓർഡർ വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അവക്കോടയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അറിയാലോ. ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കൂട്ടുകാരെ നമുക്ക് പ്ലാന്റ്സ് ആണെങ്കിലും ചെടികളാണെങ്കിലും മേടിച്ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ കമേലിയും അതുപോലെ തന്നെ കുറെ ക്രീപ്പർ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മരമുല്ല, മണിമുല്ല, കുറ്റിമുല്ലയുണ്ട്. എന്തോരം മണോന്നറിയാം, നിറയെ പൂക്കളുണ്ടാവും, അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്രീപ്പർ പ്ലാന്റുകളും എന്തെല്ലാമാണ്, റംബൂൺ ക്രീപ്പറും അതുപോലെ ഗാർലിക് വൈനും ഒക്കെ നിൽക്കുന്നു. എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രീതിക്ക് അടിപൊളിയാണ് കൂട്ടുകാരെ. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ ചെടി മേടിച്ചിട്ടില്ലേ വൻ നഷ്ടമാണ്. നമ്മൾ അത്രയും ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത്. 15,000-10,000 ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കമേലിയന്റെ ഒക്കെ ഒരു ചെടിക്കുള്ള റേറ്റ്. അതിന്റെ തൈകളാണ് ഇത്രയും നിസ്സാര വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ മേടിച്ചിട്ടില്ലേ ഭയങ്കര നഷ്ടമല്ലേ. അപ്പൊ എന്തായാലും മേടിച്ചു നട്ടോളൂ കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്ത് വെക്കാനുണ്ട്. ഇനി വലിയ മഴയായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാകും. ആശുപത്രി ഓൾറെഡി ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഓട്ടോയൊക്കെ വിളിച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ ഇപ്പൊ പോയി ഇന്ന് തന്നെ അങ്ങ് കളക്ട് ചെയ്ത് വെക്കാം എന്ന് ഓർത്തു കുറച്ച്. പിന്നെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. പിന്നെ ഞാൻ 1-2 പ്രൊഡക്റ്റുകൾ പുതുതായിട്ട് വന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം പാക്കിങ് തുടങ്ങാം. പിന്നെ കറണ്ട് പോകുമ്പോൾ ഞാൻ പാക്ക് ചെയ്ത് അയച്ചിട്ട് പിന്നെ നഴ്സറി പോകുമ്പോൾ പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വായോ ഞാൻ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു തരാം. ഇവർ അലൂമിനിയം ഗ്ലോസും അതുപോലെ ബ്യൂട്ടി ഓയിലുമാണ് മേടിച്ചിരിക്കുന്നത്. ഇവര് കോഫി ക്യൂബ്സ്, ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും കോഫി ക്യൂബ്സ് മേടിക്കുന്നുണ്ട്. അത് ബാത്ത് ബ്രഷ് ആണ്. ഒരു വശത്ത് ബ്രസ്റ്റിലുണ്ട്, ഒരു വശത്ത് ഇങ്ങനെ സ്പോഞ്ചും ഉണ്ട് കേട്ടോ. പുറമൊക്കെ തേക്കാൻ വേണ്ടി നല്ല നീളമുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മരത്തിന്റെ തവിയും അതുപോലെ ഫേസ് വാഷ് പൗഡറും. ഇത് നമ്മുടെ ഹീറ്റ് പ്ലേറ്റ് ആണ്. അതായത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഹോട്ടലിൽ നിന്നും എടുത്തു വെക്കാൻ പറ്റുന്ന മെറ്റലിന്റെ ഒരു മെഷും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചുറ്റും തടിയും കൂടിയാണ്. പിന്നെ കസ്തൂരി മഞ്ഞളും ഈ അലുമിനിയം ഗ്ലൗസും ഇതാകുമ്പോൾ പോകൂല, ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാ. പിന്നെ ഇത് നമുക്ക് ചോറ് കഞ്ഞിയൊക്കെ വറക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു അരിപ്പ പോലെയുള്ള അങ്ങനെ ഒരു മൂടിയ പാത്രമാണ്. അതും ഒത്തിരി ഉപകാരമുള്ളത് തന്നെയാണ്. ഒന്നിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വെള്ളം വീണ് അപകടം ഉണ്ടാവില്ല, തിളച്ച വെള്ളമൊന്നും. അത് നമ്മുടെ ഫേസ് വാഷ് പൗഡറും അങ്ങനെയൊക്കെയാണ്. ഇവര് പിന്നെ കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ഇതൊരു തേങ്ങാ കമ്പിയും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്, അത്ര ഉപകാരമുള്ളതാണ്. ഇവിടെ പിന്നെ കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെയും കസ്തൂരി മഞ്ഞൾ, ബോഡി മോയ്സ്ചറുകളും. അതുപോലെ ഇത് നമ്മുടെ കിച്ചൺ ക്ലീനറാണ്. കിച്ചൺ ക്ലീനർ എന്നല്ല, അത് എവിടെ വേണേലും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇവരും കസ്തൂരി മഞ്ഞളും അതുപോലെ ലിപ്പാമും ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ബോഡി മോയ്സ്ചറും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. ബോഡി മോയ്സ്ചറും കസ്തൂരി മഞ്ഞളൊക്കെ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇതാണ് ആദ്യത്തെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവക്കോടയുടെ എക്സ്ട്രാക്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മേക്കപ്പ് റിമൂവർ കിറ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ട്രാവൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടല്ല, വീട്ടിലാണെങ്കിലും ട്രാവൽ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി നല്ലൊരു അടപ്പ് കൊടുത്തിട്ടുണ്ട്. അടപ്പ് ഇങ്ങനെ തുറക്കാം. പിന്നെ ഒരു ഷീറ്റും കൂടി, ഒരു പ്രൊട്ടക്ഷൻ കവർ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഷീറ്റായിട്ട് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് മുഖമൊക്കെ തുടച്ച് കൈത്തൊക്കെ തുടച്ച് ആ ഒരു രീതിയിൽ നമ്മുടെ മേക്കപ്പുകളൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അടിപൊളിയാണ് കൂട്ടുകാരെ. ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ഇതാ നല്ല സേഫ് ആയിട്ട് അത് അടച്ചു വെക്കുക. ഇത് പൊട്ടിക്കരുത്. ഈ അടപ്പ് തുറന്ന് രണ്ടാമത്തെ ആ ഒരു സീലിംഗും കൂടി തുറന്നിട്ട് മാത്രം ഉപയോഗിക്കാം. ആ രീതിയിൽ അടച്ചു വെക്കുക. അതാണ് ഇത്. നല്ല സാധനമാണ്, അടിപൊളിയാണ്. ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് ട്രാവൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് മുഖമൊക്കെ വൈപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല കൂളിംഗ് ആയിട്ടുള്ള നല്ല വെറ്റ് ആയിട്ടുള്ള ഷീറ്റുകളാണ് ഇത് കേട്ടോ. ഇതാണെങ്കിൽ പല ഫ്ലേവറിലാണ് വന്നിരിക്കുന്നത്. ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ആ രീതിയിലൊക്കെ കുറെ പാക്കറ്റുകൾ നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ബാഡ് സ്മെല്ലൊന്നുമില്ല, മാത്രമല്ല നല്ലൊരു കൂളിംഗ് എഫക്റ്റ്, നമ്മുടെ മുഖത്തിന് ഭയങ്കര ഒരു സൂത്തനിങ് എഫക്റ്റുമാണ്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പറയും വേണ്ട. അപ്പൊ ഇതെല്ലാവരും ഇപ്പൊ മേടിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ വേണ്ടവർ എന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. നമുക്ക് കിച്ചണിലോ എവിടെ വേണമെങ്കിലും വൈപ്പ് ചെയ്യാം. ഈ ടേബിളുകളോ കിച്ചണിന്റെ ടേബിളുകളോ കൗണ്ടർ ടോപ്പോ ഒക്കെ നമുക്ക് പിന്നെ കുക്കിംഗ് കഴിഞ്ഞിട്ട് അവിടെ വീഴുന്ന എണ്ണയും അങ്ങനത്തെ മസാലയുടെ ഇതും അങ്ങനത്തെ എല്ലാ ഒരു മെഴുകു പോലെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ക്ലീൻ ആക്കാൻ ബെസ്റ്റ് ചോയ്സ് ആണ് ഇത്. ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ചോയ്സ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് ഇത് കളയുക, ഡിസ്കാർഡ് ചെയ്യുക. ആ ഒരു രീതിയിലുള്ളതാണ്. അടിപൊളിയാണ്. കുറേ ഷീറ്റുകളുണ്ട് ഇതില്. ലെമണിന്റെ എക്സ്ട്രാക്റ്റ് ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് എണ്ണ മെഴുക്കും ബാക്കിയുള്ളതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. കിച്ചൺ യൂസിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പിന്നെ വളരെ ക്യൂട്ട് ആയിട്ട് ലെതറിന്റെ പേഴ്സ് ആണ് കേട്ടോ. സിമ്പിളി നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകണം. അധികം സാധനമൊന്നും നമുക്ക് കൊണ്ടുപോകണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലിയൊരു കമ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഒരു കുഞ്ഞു പോക്കറ്റും കൂടിയുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ മൊബൈലൊന്നും കൊള്ളൂല. നമുക്ക് ജസ്റ്റ് പൈസ മാത്രം കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡുകൾ, ATM കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ലെതറിന്റെ പേഴ്സാണ് കേട്ടോ. അടിപൊളിയാണ്. ബാഗിൽ ഇടാനോ കൈ പിടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ അടിപൊളിയായിട്ടുള്ള നല്ല ലെതറിന്റെ പേഴ്സ് വന്നിട്ടിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യമുള്ളവരും നേരെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇതാണ് കൂട്ടുകാരെ അടുത്തത്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. നമുക്കാണെങ്കിലും വീട്ടില് പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ, ഹസ്ബൻഡിനാണെങ്കിൽ പിള്ളേർക്കാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ തോന്നും. ഇത് നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അടിപൊളിയായിട്ടുള്ളതാണ്. ഞങ്ങൾ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 100% ഉറപ്പ് വരാം, അടിപൊളി സാധനമാണ്. ഇതിന്റെ ഇങ്ങനെ ഇവിടെ നല്ല മൂർച്ചയുള്ള മെറ്റലിന്റെ ഇതേപോലെയുള്ള ഈ ഒരു ഷാർപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്, കത്തി പോലെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പൊട്ടാറ്റോ പീൽ ചെയ്യുക, ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ അടപ്പ് വെക്കണ്ട. ഇത് വെറുതെ ടേബിൾ എന്ത് പ്ലേറ്റ് ആണോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ പലകയോ എന്തെങ്കിലും ടേബിൾ ആ ഒരു രീതിയിലേക്ക് വെച്ചിട്ട് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ പൊട്ടാറ്റോ വെക്കുക. ഇത് എന്താ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് ഇതിന്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം നേരെ ആ ഉരുളക്കിഴങ്ങിന്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് അമർത്തുക. അടിപൊളിയായിട്ട് ഇതിനകത്ത് വന്ന് ഒരേ ലെവലില് ഒരേ ലെന്തില് തിക്നെസ്സും ലെന്തും ഒക്കെ ഒരേപോലെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന അതേപോലെ പൊട്ടാറ്റോ ചിപ്സിന്റെ അതേ രീതിയിലേക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വീഴും. അതിനുശേഷം നേരെ അതെടുത്തിട്ട് നല്ല ഒരു തിളച്ച വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്നിട്ട് മുക്കിപ്പൊക്കി എടുക്കാന്ന് അറിയില്ല, അതുപോലെ തന്നെ അപ്പൊ തന്നെ കോരിയെടുക്കും. ഒരു മിനിറ്റ് പോലും അതിൽ കിടക്കണ്ട. അത്രയും കഴിയുമ്പോഴത്തേക്ക് അതിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരെ അത് പച്ചവെള്ളത്തിലേക്ക് ഇടും. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നേരെ എടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിൽ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നേരെ അതിൽ വെള്ളം എല്ലാം ഉപ്പി കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എങ്ങനെയാലും വെള്ളം ഉപ്പി കളഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്തിട്ട് മസാലകളോ കോൺഫ്ലോറോ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് മൈദപ്പൊടിയോ എന്ത് വേണേ നമുക്ക് ചേർത്തിട്ട്, ഞങ്ങൾ സാധാരണ ചേർക്കുന്നത് ഇച്ചിരി എരിവിനുള്ള മസാലകൾ ചേർക്കും. ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോറിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നേരെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അടിപൊളിയാണ് കൂട്ടുകാരെ. പിന്നെ ഇച്ചിരി തക്കാളി സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു സ്നാക്ക് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. എന്തായാലും വളരെ വളരെ ഉപകാരമുള്ളതാണ്. ഇതിന്റെ കൂടെ ഒരു നൈഫ് പോലത്തെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ഒരു സ്പാച്ചില പോലെ. അത് കുത്തിയെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും അതിൽ തങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അടിപൊളിയാണ് കൂട്ടുകാരെ. 100% വർക്കാവുന്നുള്ളത് ഉറപ്പാണ്. നമ്മളിത് കുറെ നാളായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ നിങ്ങൾ ഇത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാനിത് അത്യാവശ്യം പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കിച്ചണിൽ നിന്ന് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് വന്ന് വീഴുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ഓർഡർ തന്നോളൂ. ഒത്തിരി എന്റെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ചോളൂ. എന്തായാലും വെരി 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 യൂസ്ഫുൾ ആണ്. ഇതെന്തായാലും ഞാൻ അടച്ചിവിടെ തന്നെ വെക്കാം. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി സെയിം സാധനം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ പാക്കിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ പോയിട്ട് നമുക്കൊരു പൊട്ടാറ്റോ റെഡിയാക്കിയിട്ട് നമുക്ക് ഇന്ന് അതങ്ങ് ഫ്രൈ ചെയ്തേക്കാം. ഇവര് മേടിച്ചിരിക്കുന്ന ഗരം മസാലയും അതുപോലെ 1 kg ഗീയും ആണ് കേട്ടോ. ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. ആവശ്യമുള്ള ഒരു വയനാടൻ ഗീ ആണ്. അടിപൊളിയാണ്. നമ്മൾ എന്തായാലും മഴക്കാലത്തൊക്കെ എസ്പെഷ്യലി നമ്മൾ ഹെൽത്ത് കുറച്ച് കൂടുതൽ നോക്കേണ്ട സമയമാണ്. ഏറ്റവും നമുക്ക് പ്രയോജനമുള്ള സമയമാണ്. ബ്യൂട്ടി കെയർ ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും നോക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മഴക്കാലമാണ്. അപ്പൊ അങ്ങനെ മേടിച്ചോളൂ. പിന്നെ ഗരം മസാല ആണെങ്കിൽ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. മീൻകറി വെച്ച് ബാക്കി എല്ലാത്തിനും ചേർക്കാൻ പറ്റുന്ന നമ്മൾ എല്ലാ ഇൻഗ്രീഡിയന്റും ചേർത്തിട്ട് ആദ്യം കഴുകി ഉണങ്ങി, വേനൽക്കാലത്ത് ഞാൻ ഇതെല്ലാം കഴുകി ഉണങ്ങി വെക്കും. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ പൊടിച്ച് റെഡിയാക്കുക ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിലെല്ലാം അടിപൊളിയായിട്ട് എല്ലാം ചേർത്തിട്ട് ഇതങ്ങ് പൊട്ടിക്കുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാന്നറിയോ. മീൻകറി വെച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ചേർക്കാൻ പറ്റുന്ന അടിപൊളി മസാലയാണ് നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ബോഡി മോയ്സ്ചറിന്റെ ഏറ്റവും പ്രയോജനമുള്ള ഒരു സമയം എന്ന് പറയുന്നത്. കാരണം മഴക്കാലമാണ്. അങ്ങനെ ആകെ ഒരുമാതിരി വരണ്ട പോലെ നമുക്ക് തന്നെ വേദന എടുക്കാൻ തുടങ്ങും. നമ്മുടെ സ്കിന്നെല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് ചുളിയാൻ തുടങ്ങും. അങ്ങ് വല്ലാതെ അങ്ങ് വരണ്ട പോലെ അങ്ങനെ ആവും. ഒരുപാട് വെള്ളം കുടിക്കാൻ നമുക്കൊട്ട് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ വെള്ളം കുടിക്കണം. ചെറു ചൂടുവെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കണം. ഒരു ദിവസം ഒരു 6-7 ഗ്ലാസ് വെള്ളം എങ്ങനെയാണെങ്കിലും നമ്മൾ ഉള്ളിൽ എത്തിച്ചിരിക്കണം. പല ടൈമിലായിട്ട് ഒന്നിച്ചല്ല, അല്ലാതെ തന്നെ. അപ്പൊ ആ കൂടെ നമ്മൾ എക്സ്ട്രാ കുറച്ച് കെയർ എന്തായാലും ചെയ്തിരിക്കണം. ബോഡി മോയ്സ്ചർ നമുക്ക് രാത്രി കിടക്കുമ്പോൾ മുഖത്തും കൂടി തേച്ചിട്ട് കണ്ണിന്റെ താഴെ മുഖത്തും ഒക്കെ തേച്ചിട്ടൊന്ന് മസാജ്
മസാജ് ചെയ്തിട്ട് കിടക്കുക. പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ കഴുത്തിലും ബോഡിയിലും കയ്യിലും കാലിലും വയറിലും ഒക്കെ നമുക്ക് തേക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ് കൂട്ടുകാരെ. വിവാക്സ് ആണ്, ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ്, എസെൻഷ്യൽ ഓയിലുകളാണ് ചേർത്തിരിക്കുന്നത്. അടിപൊളിയാണ്. എന്തായാലും നഷ്ടമാണ് നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിന് അത്രയും നല്ല ഭംഗി കൂടി വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ ഉപയോഗിക്കണം. അപ്പൊ എന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ കളക്ട് ചെയ്തത് മുഴുവൻ ഏകദേശം തീരാനായിട്ടുണ്ട്. അത്രയും ഓർഡർ വന്ന പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഇനിയിപ്പം ഞാൻ പുതിയത് ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണല്ലോ അതെ, വളരെ വളരെ പ്രയോജനമാണ് കേട്ടോ. 1-2 എണ്ണം മേടിച്ചു വെക്കുവാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും മേടിച്ചു വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് കിച്ചണില്. കസ്തൂരി മഞ്ഞൾ പോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് രക്തശാലി ഫേസ് പാക്ക്. ഒത്തിരി ആയുർവേദ മരുന്നുകളും റെഡ് റൈസും ഒക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്തിന് ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ, എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ ചേഞ്ച്. കോഫി ക്യൂബ്സ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതിലൊരു ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് നമുക്ക് കോഫി ഉണ്ടാക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. അത് അരിക്കും പോലും വേണ്ട. കാരണം അതിനകത്ത് ഏലക്കായും തിപ്പലിയും അതുപോലെ എല്ലാം ജീരകം, കരിജീരകം, അങ്ങനത്തെ എല്ലാ ഏലക്കായും അങ്ങനെ എല്ലാം ചേർത്തേക്കുന്നതാണ്, ചുക്ക് അങ്ങനെയൊക്കെ. അപ്പൊ അതിന്റെ പൊടിയാണ് ആ കിടക്കുന്നത്. അത് അരിച്ചു പോലും കളയണ്ട. അടിപൊളിയാണ് കൂട്ടുകാരെ. നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാനും പിന്നെ നല്ല ടേസ്റ്റാണ്. പനയുടെ ശർക്കര ചേർത്തിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ക്യൂബ് ഇട്ടാൽ മതി. തിളപ്പിക്കുക, ഊറ്റിയെടുക്കുക, കുടിക്കുക. ചെറു ചൂടോടുകൂടി കുടിക്കുക. അത്രയേ ഉള്ളൂ. ഫ്രിഡ്ജ് വെച്ചേക്കും കേട്ടോ. പിന്നെ മഴക്കാലമല്ലേ, ചിലപ്പോൾ പൂത്തൊക്കെ പോയാലോ, അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കും കേട്ടോ. ഫേസ് വാഷ് പൗഡർ അറിയാലോ, ഈ കായത്തിന്റെ പോലത്തെ ബോട്ടിലാണ്. ഇവിടെ ഒരു തുള കൊടുക്കുക. തുള മീൻസ് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് കുത്തു കൊടുത്താൽ മതി. സൂക്ഷിക്കണം. എന്നിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അടച്ചു വെക്കാൻ, തണുപ്പ് കയറാതെ. ആവശ്യമുള്ളത് കുറച്ച് കയ്യിലേക്ക് കുടഞ്ഞെടുത്ത് നമ്മൾ ചന്ദനമൊക്കെ ചലിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പൊ തന്നെ കഴുകിക്കളയാം. തേങ്ങാക്കമ്പി അടിപൊളിയാണ് കേട്ടോ, മേടിച്ചു വെച്ചോളൂ. എപ്പോഴും നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് അല്ല. തീർന്നു പോയാൽ പിന്നെ വന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റയർ പ്രൊഡക്റ്റിൽ ഉൾപ്പെട്ടതാണിത്. അത്രയും നല്ലതാണ് തേങ്ങ കുത്തിയെടുക്കാൻ. ഒന്ന് മേടിച്ചു നോക്കിയോളൂ കേട്ടോ. പിന്നെ നല്ല ക്ലാസിക് തവിയല്ലേ, അടിപൊളിയല്ലേ നോക്കിയാൽ ഒരിക്കലും പോകത്തുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് മേടിച്ചോളൂ കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. കഞ്ഞി വറക്കാനൊക്കെ ഒന്നിച്ച് വെള്ളം തിളച്ച് നമ്മുടെ മേത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിറയെ ഹോളുള്ളതുകൊണ്ട് അതിലേയും കൂടി വെള്ളം വീഴുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബോഡിയിലേക്ക് തിളച്ച കഞ്ഞിവെള്ളം വീഴത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ ആദ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എന്ത് നല്ല പ്രോഡക്റ്റ്. അതിനു മുമ്പ് ഞാൻ ഒത്തിരി ഇങ്ങനത്തെ സഫർ ചെയ്യാറുണ്ട്. വെള്ളമെല്ലാം ഒന്നെങ്കിൽ നമ്മൾ കഞ്ഞി വാർക്കുന്ന ആ സ്ഥലത്ത് വീഴും, അല്ലെങ്കിൽ നമ്മുടെ എന്റെ വയറിലേക്ക് വീണിട്ടുണ്ട്, പൊള്ളി പാടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോഡി മോയ്സ്ചറും ബാക്കിയുള്ളതൊക്കെ തേച്ച് അത് മാറി കിട്ടിയത്. വലിയ ഡീപ്പായിട്ടുള്ള പൊള്ളലല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഡീപ്പായിട്ട് പൊള്ളിയ പിന്നെ അത് കല മാറാൻ ഭയങ്കര പാടാ, മാറത്തില്ല. അങ്ങനെയാണ്. അവിടുത്തെ ടിഷ്യൂ എല്ലാം ചത്തുപോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആശ്വാസമായത്. അത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നഷ്ടപ്പെടുത്തണ്ട, കിട്ടുമ്പോ തന്നെ മേടിച്ചു വെച്ചോളൂ. ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഞാൻ പ്രൊഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് പോകും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്റെ കൂടി ഇപ്പൊ തന്നെ പറയുവാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ, ഇല്ലെങ്കിൽ www.wonderhealth.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് കറണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ സ്ലൈസറിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി ചെയ്ത് കാണിച്ചു തരാം. അതുകൂടി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, ഞാൻ ബാക്കിയുള്ളത് വേഗം കൊണ്ടുവച്ചിട്ട് പാക്കിങ് തുടങ്ങട്ടെ. ഇനിയിപ്പോ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുന്നില്ല, അപ്പോഴത്തേക്ക് എന്തായാലും കറണ്ട് പോകും. ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.